അപ്പം ഒരു ആസിഡ് വീണവും പിന്നീട് അതിനുണ്ടാകുന്ന എഫക്റ്റ് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല, ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സജി, ഇതിൻ്റെ മോള് സ്റ്റെഫി, ഒരു മോനൂടെ ഉണ്ട്. അവൻ ഡൽഹിയിലാണ്, വന്നിട്ടില്ല. ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്താൻ വന്നത് എൻ്റെ ഹസ്ബൻഡിനെ വലിയൊരു അപകടത്തിൽ നിന്നും മാതാവ് രക്ഷിച്ചു, ഈശോയും മാതാവും രക്ഷിച്ചു. അതായത് ഒരു ആസിഡിൻ്റെ ഒരു കന്നാസ് മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരാവശ്യത്തിന് വേണ്ടി അതെടുക്കുവാനായിട്ട് മുകളിലോട്ട് കൈ ഉയർത്തി അതേ പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് അത് പൊട്ടിയിട്ട് ഒരു 5 ലിറ്ററിൻ്റെ കന്നാസിൽ നിറയും ആസിഡായിരുന്നു. അപ്പോൾ അത് ചുവട്ടിൽ നിന്ന് പൊട്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ വീണു. പക്ഷേ മാതാവിൻ്റെ കാശിരൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരീരം മുഴുവനും തലയും കണ്ണും കാല് വരെ 5 ലിറ്റർ ആസിഡ് പൂര ഒഴുകി താഴെ വരെ എത്തി. പക്ഷേ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, എടി എൻ്റെ കണ്ണ് പൊട്ടിപ്പോയി, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അമ്മ മാതാവ് ഈശോയും ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന് ശരീരം മുഴുവനും കണ്ണിൻ്റെ അവിടെ ആദ്യം പുരട്ടി, കണ്ണിൻ്റെ അവിടെ ശരിക്കും ആ എണ്ണ മുഴുവനായിട്ട് ഇങ്ങനെ കുപ്പിയിൽ നിന്ന് ഒഴിച്ചു. ഇച്ചിരിയേ ഉള്ളൂ എങ്കിലും അത് ഒഴിച്ചു. അപ്പം ശരീരത്തിലും മുഴുവനും അത് പുരട്ടി കഴിഞ്ഞപ്പോഴത്തേന് അപ്പം തന്നെ ആ റൂം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. അതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിരുന്നു. അപ്പം പെട്ടെന്ന് റൂമിൽ പുക പൊങ്ങിയിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ആ ആസിഡ് വീണ സ്ഥലം, ആ ടൈൽസ് നല്ലപോലെ അതിൻ്റെ ഇളകി വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് അത് തെറിച്ചായിരുന്നു. കുറച്ച് സ്റ്റൗ നോക്കിയപ്പം അതിൻ്റെ മുഴുവൻ ഭാഗം ഈ കറുപ്പ് പാട് വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ ശരിക്കും ഓർത്ത്, ദൈവമേ എന്തോ ആണ് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ ആ എണ്ണ ഉടമ്പടി തൈലം വെച്ച് കണ്ണ് തുടച്ചതിന് ശേഷം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി കുഴപ്പമില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ കണ്ണ് നോക്കി. പക്ഷേ തുറന്നു മിടുക്കനായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പം അന്നേരപ്പോഴും കുഞ്ഞുങ്ങൾ രണ്ടും അകത്ത് കിടക്കുന്നു. കിച്ചണിൻ്റെ മുകളിലായിരുന്നു അത് വെച്ചിരുന്നത്. അപ്പം കിച്ചൺ മുഴുവൻ ഈ പുക കൊണ്ട് നിറയുക. ശരിക്കും പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആശുപത്രിയിൽ പോകാം. അപ്പം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാനൊരു വണ്ടി എടുത്തു. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വണ്ടിയെ കയറിയപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ കണ്ണ് തുറന്നു, എനിക്ക് വേദനയൊന്നുമില്ല. പക്ഷെ ഞാനൊരു സ്റ്റാഫാണ്. അപ്പം ഒരു ആസിഡ് വീണവും പിന്നീട് അതിനുണ്ടാകുന്ന എഫക്റ്റ് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല, ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് കാറിൽ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ആസിഡിൻ്റെ മയമുണ്ട്, നല്ലതായിട്ട് വീണിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് NS വെച്ച് ഐവാഷ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും ഉള്ളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എന്തോ ഒരു അത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. ആസിഡ് വീണ സാധാരണ രീതിയിൽ ഒരു ചെറിയ ആസിഡ് പോലും കയ്യിലോ കാലിലോ വീണ അവിടെ കിഴിഞ്ഞിളകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ വാഷ് ചെയ്തു, 2 കണ്ണും വാഷ് ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളോട് പറഞ്ഞു ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ആ ആസിഡിൻ്റെ വീര്യം കൊണ്ട് ആ റൂം മുഴുവൻ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പോലും ആ റൂമിലെ ഫ്യൂംസ് പോവുകയോ ആ മണം അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിരുന്നു. പക്ഷേ എൻ്റെ ഈശോയും അമ്മ മാതാവും ഞങ്ങളെ കുടുംബമായിട്ട് രക്ഷിച്ചു. അതിൽ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഉടമ്പടി തൈലം ഒരിക്കലും നിങ്ങൾ എന്ത് വന്നാലും, ഞാൻ എപ്പോഴും പറയുന്നത് ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സന്തോഷത്തോടെ നോക്കുക. അപ്പം ഹസ്ബൻഡ് ശരീരത്ത് കാശിരൂപത്തിൻ്റെ ഈ മാല, കാശിരൂപം ഒരിക്കലും ഹസ്ബൻഡ് കഴുത്തിൽ നിന്ന് മാറ്റാറില്ല. കാരണം ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും പല അപകടങ്ങളിലും ഉണ്ടാകാറുണ്ടെന്ന് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെയും. പക്ഷേ ഒരു അപകടത്തിലും ഹസ്ബൻഡ് ഇന്നുവരെ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കാശിരൂപം ഒരിക്കലും കഴുത്തിൽ നിന്ന് ഹസ്ബൻഡ് മാറ്റാറില്ല. എപ്പോഴും കുളിക്കുന്ന സമയത്ത് പോലും അതിട്ട് ആണ് കുളിക്കുന്നതും എല്ലാം. കാശിരൂപം ഒരിക്കലും മാറ്റുകയോ അതിന് ഇതാക്കുകയോ ചെയ്യാറില്ല.
പിന്നെ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈശോയും അമ്മയും രക്ഷിച്ചു. പിന്നെ രണ്ടാമതായിട്ട് 2 വർഷമായിട്ട് ഒരു വീട് വിൽക്കാനും ഞാൻ ഞങ്ങളുടെ ഒരു വീട് കുറച്ച് സ്ഥലവും 7 സെൻറ്റ് സ്ഥലവും വീടും വിൽക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് വിറ്റ് പോകുന്നില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല തടസ്സങ്ങളും പറഞ്ഞ് അത് അങ്ങ് മാറി പോവുക. അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നപ്പം അതിൻ്റെ ആധാരം എടുത്തുകൊണ്ട് ഇവിടെ വന്നു. അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവേ മാതാവെ അങ്ങ് ഇതൊന്ന് എത്രയും വേഗം വിറ്റ് തരാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ വീടിൻ്റെ അവിടെ കൊണ്ട് കാശിരൂപം കുഴിച്ചിട്ടായിരുന്നു, ഉപ്പ് തളിച്ചു. അപ്പം അത് എല്ലാത്തിൻ്റെ അനുഭവമായിട്ട് ആ വീടും ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ വീട് സ്ഥലവും വിൽക്കാനായിട്ട് സഹായിച്ചു. പിന്നെ 2014 തൊട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. സ്റ്റാഫായിട്ട് ജോലി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിന് 2014 തൊട്ടുള്ള കുറേ അരിയർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പം അതിൻ്റെ കേസ് ഇട്ടു. പല കാര്യങ്ങളും ഞങ്ങൾ ഒരുപോലെ ചെയ്തിട്ടു ആ കേസൊന്നും മുന്നോട്ട് നീങ്ങുകയോ ആ പൈസ കിട്ടുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. ഒരു 8 മാസം കഴിഞ്ഞപ്പോഴത്തേന് കേസ് വിധിയായിട്ട് ഞങ്ങളുടെ കിട്ടാനുള്ള പൈസ ഞങ്ങൾക്ക് തിരിച്ചു നൽകി. ഇത്രയും തന്ന ദൈവത്തിനും തിരുകുമാരനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സജി. രാവിലെ എണീച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത് സംഭവം നടന്നത്. ഇതെടുത്തു എൻ്റെ മുഖത്ത് പിന്നെ ചെറുതായിട്ട് എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ കൊമളിക്കാൻ തുടങ്ങിയായിരുന്നു. അന്നേരത്താണ് ഇത് തൈലം തേച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് മാറി. പിന്നെ എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനകം എല്ലാം മാറി, എല്ലാം സൗഖ്യം തന്നു.